പല ആനിമൽസിന്റെ ചേച്ചിയായിരുന്നു. ഇപ്പൊ കുറച്ച് സൗണ്ട് ഒക്കെ വന്നപ്പോ ഇതാവുന്നില്ല, സൗണ്ട് ഒക്കെ വളർന്നപ്പോ ശരിയാവുന്നില്ല എന്നൊക്കെ. പട്ടി ഈ സൗകര്യത്തിന് മുന്നിൽ മയങ്ങി വീഴാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? വേറൊരു കുട്ടിയുടെ പാരന്റ് അല്ലെ വേറൊരു ആളുടെ അനുഭവം വെച്ചിട്ട് എനിക്ക് ഇവളോട് ബിഹേവ് ചെയ്യാനോ ആ പാരന്റിങ് അഡോപ്റ്റ് ചെയ്യാനോ പറ്റില്ല. ഞാൻ എൻ്റെ മോൾ എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ എൻ്റെ പാരന്റിങ് സ്റ്റൈൽ മാറ്റേണ്ടത് അല്ലേ. അവൾക്ക് ലൈഫിൽ ഒരു ഇഷ്യൂ വന്നാൽ ആദ്യം വിളിക്കേണ്ടത് അച്ഛനെയോ അമ്മയോ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു അവിടെ ഒരു പേടിയോ അല്ലെങ്കിൽ അവിടെ ഒരു മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. എനിക്ക് എക്സാം ടൈം ഒക്കെ വരുമ്പോ കുറച്ച് സ്ട്രിക്റ്റ് ആവും. അല്ലെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ഭയങ്കര, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഭയങ്കര കൂളാ. പിന്നെ അയ്യോ കൊച്ചും അവരെ വഴക്ക് പറയുന്ന എന്തിനാന്നൊക്കെ ചോദിക്കും. ഞാനും എന്റെ അനിയനും കൂടി ഇങ്ങനെ നോക്കും, എത്ര ദിവസം വീടിന്റെ വെളിയിൽ നിർത്തി കാലിന്റെ ഇവിടുന്ന് ഇത്രയും പാടുണ്ടാവും എക്സാം കഴിയുമ്പോഴത്തേക്ക്. എന്റെ കോളേജൊക്കെ വന്ന സമയത്ത് കുറച്ച് ഫിനാൻഷ്യലി വളരെ ഒരു ലോയിലേക്ക് പോയൊരു ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഇതുപോലെ എക്സ്ട്രാ ഏർണിങ്സ് വന്നത്. ഞാൻ പ്രോഗ്രാംസ് ചെയ്യായിരുന്നു, സ്റ്റേജ് ഷോസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ടാണ് ആക്ച്വലി ഞാൻ കോളേജ് ഫീസൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്നിട്ട് അതിൽ എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുമ്പോൾ അച്ഛന് കൊടുക്കും. ഈവൻ സാലറി, ഫസ്റ്റ് സാലറി അച്ഛന് കൊടുക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഭയങ്കര പ്രൗഡ് ഫീലാണ്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പം ഇതുപോലെ ചോദിച്ച് എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അത് കുറേ ആൾക്കാർ അതിനെപ്പറ്റി ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് മിമിക്രിയൊക്കെ ഞങ്ങൾ കേട്ടു, അടിപൊളിയായിരുന്നു. അങ്ങനെ വീണ്ടും 4 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേർ നമ്മളെടുത്തിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗായത്രി ആൻഡ് കല്ലു. കല്യാൺകുട്ടി, എനിക്ക് തോന്നുന്നു കറക്റ്റ് 4 ഇയേഴ്സ് ടൈമിലാണ്. ആൻഡ് ഏറ്റവും ഇതിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അതിൻ്റെ തൊട്ട് തലേ ദിവസമായിരുന്നു കല്യാണിക്കുട്ടിക്ക് മിമിക്രിക്ക് എന്തോ ഫസ്റ്റ് പ്രൈസോ സംതിങ് കിട്ടിയത്. അതേപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ വന്നതിന്റെ തലേ ദിവസം അല്ലേ, ഇന്നലെ ഭയങ്കര കോയിൻസിഡൻസ് അല്ലേ. 4 വർഷമാണോ കറക്റ്റ്? 4 ഇയേഴ്സ് 2021 5 ഇയേഴ്സ്. അന്നും ഇതുപോലെ ശരിയാണ്, റോട്ടറി ക്ലബിന്റെ മിമിക്രി. ഇന്നലെ ഇതുപോലെ സലീമേട്ടന്റെ പേര് നടത്തിയ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു ചേർത്തല വെച്ചിട്ട്. കുറച്ച് കലാകാരന്മാരുടെ സംഘടന നടത്തിയതാണ്. അപ്പൊ അതിനും പങ്കെടുത്തിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മള് CBSE സ്റ്റേറ്റ് ലെവൽ വരെയൊക്കെ പോയി മിമിക്രി. അന്ന് ഇവള് തുടക്കകാലത്തായിരുന്നു സ്റ്റാർട്ടിങ് ഡോർ തുറക്കുന്ന സൗണ്ട് ഒക്കെ പൂച്ചക്കുട്ടി ഓടുന്നു, കൊതുകിന്റെ സൗണ്ട്, അതൊക്കെയായിരുന്നു അടിപൊളി. അപ്പോൾ പറയൂ, യെസ്, വീണ്ടും നമ്മൾ അല്ലേ 5 വർഷത്തിന്റെ നമ്മളിടയ്ക്ക് കണ്ടിരുന്നു ഏതൊക്കെയോ മൂവി വരുന്ന ടൈമില് ഇന്റർവ്യൂസ് ഉണ്ട്. വിശേഷങ്ങൾ പറയൂ. ഹൗ ആർ യു? തിരക്കും കാര്യങ്ങളും നന്നായി പോകുന്നു. കല്യാണി അന്ന് 5 വർഷം മുമ്പത്തേക്കാൾ നിങ്ങൾക്ക് കാണുമ്പോ ആ ഡിഫറൻസ്. ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യം അതാണ്, പഞ്ചാര കുഞ്ചു ഇത്രയും വലുതായോ എന്നുള്ളതാണ്. അത് ഞാനും ഇടയ്ക്ക് ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കുകയോ ഇത്രയും വലുതായോ എന്നുള്ളത്. 10th കഴിഞ്ഞ് +1 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ ആണെങ്കിൽ കരിയർ വൈസും ബിസിനസ്സും ഫാമിലിയും എല്ലാം നന്നായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്നത് പോലെ തന്നെ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ പാരലലി നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ ബിസിനസ് നോക്കണം, ആ സെയിം സമയത്തായിരിക്കും ഷൂട്ടിന് വരുന്നത്, അല്ലെങ്കിൽ മൂവി വരുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള വർക്കുകൾ വരുന്നത്. ആക്ച്വലി അത് വളരെ ടാസ്ക് പിടിച്ചൊരു പരിപാടിയല്ലേ? ടാസ്ക് ഉണ്ട്, കാരണം നമ്മളത് മാനേജ് ചെയ്ത് പോവാന്ന് പറയുന്നത് തീർച്ചയായിട്ടും. പിന്നെ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അത് ചെയ്യുന്നതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായാൽ അത് വലിയ ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യില്ല. കാരണം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. ഇഷ്ടമില്ലാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം ചില വീട്ടിലേക്ക് വരുമ്പം പ്രോപ്പർലി അറേഞ്ച്ഡ് അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആവാം. ബാക്കിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെതായ സന്തോഷമുണ്ട് എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യാറില്ല. ചില സമയത്ത് നമുക്കൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നും, അപ്പൊ നമ്മളൊരു ബ്രേക്ക് എടുക്കും. അങ്ങനെ അല്ലേ?
പിന്നെ സ്കൂൾ എങ്ങനെ പോകുന്നു? സ്കൂൾ 12th സ്കൂൾ തന്നെയാണല്ലോ അല്ലേ? പണ്ടാണ് പ്രീ ഡിഗ്രിക്കാരിയാണ്, പ്ലസ് 1 കാരിയാണ്. അതെ എങ്ങനെ പോകുന്നു? 2 weeks ആയി തുടങ്ങിയിട്ട്. കുഴപ്പമില്ല, പുതിയ സ്കൂളാ, അപ്പൊ ഇപ്പൊ ഫ്രണ്ട്സിനൊക്കെ കിട്ടി, അപ്പൊ കുഴപ്പമില്ല. ഓൾറെഡി ഇപ്പം കല്യാണിക്കുട്ടീനെ അറിയാവുന്ന ഇഷ്ടം പോലെ സ്കൂളിലും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ടൈമിൽ അവർക്കും ഒരു അല്ലേ ഇപ്പം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു വെൽക്കമിങ്ങും ഉണ്ടായിരുന്നോ എല്ലാ ആൾക്കാരും? ഞാൻ കാണാറുണ്ട്, എൻ്റെ ക്ലാസ്സിലാണ് അങ്ങനെ. ഞാനത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടല്ലേ പോയെ, പക്ഷെ ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ എനിക്കറിയാം മോളെ അങ്ങനെ. പക്ഷെ ഫ്രണ്ട്സ് എല്ലാരും കുറച്ചു പേർക്ക് എന്നെ അറിയാം, കുറച്ചു പേർക്ക് എന്നെ അറിയില്ല. അവര് പറയുമ്പോഴോ ഓക്കെ അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങളെ പോലെ സ്റ്റുഡന്റ് അല്ലേ. പക്ഷെ എല്ലാരും ആ ഒരു പ്രത്യേകിച്ച് ലവ് ഫീൽ ചെയ്തായിരുന്നു കുറെ പേരുടെ അടുത്ത്. അതെ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമുക്കൊരു വേറെ ടാലൻറ്റും എന്ന് പറയാം, ഒരു മിമിക്രി അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ടാലൻറ്റും കൂടെ ഉള്ളത് കൊണ്ട് ഈ മിമിക്രി ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആൾക്കാരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെന്ന് അത് ഉണ്ടോ ലൈക്ക് ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഇന്നയാളുടെ സൗണ്ട് എടുക്കാവോ, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഒന്ന് ചെയ്ത് കാണിക്കുമോ, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? എൻ്റെ പ്രീവിയസ് സ്കൂൾ അവിടെ ഞാൻ ലാസ്റ്റ് ഡേ ഫെയർവെല്ലിന് അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ കുറെ നാളായല്ലോ, അപ്പൊ എല്ലാവരുടെ സൗണ്ടും ഇതും മാനറിസംസ് ഒക്കെ എനിക്ക് ബൈ ഹാർട്ടാ. അപ്പൊ ലാസ്റ്റ് ഡേ ഞാൻ ഈ ടീച്ചറിനെ ആക്ട് ചെയ്തു. ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാ, അപ്പൊ ഈ ടീച്ചറിനെ ആക്ട് ചെയ്തായിരുന്നു ക്യാരെന്ന് പറയണത്. എല്ലാവരും ഇരുന്നിട്ട് ഞാൻ ആക്ട് ചെയ്ത് കാണിക്കായിരുന്നു. അപ്പൊ അവരൊക്കെ ഭയങ്കര ചിരിച്ച് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഇപ്പൊ ഇന്നലെ എനിക്ക് സ്കൂളിൽ നിന്ന് രജിസ്റ്റർ ചെയ്തൊരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ മിമിക്രിയുടെ. അപ്പൊ അതിനെ മിമിക്രിയൊക്കെ ചെയ്യോ അവിടെ ഇപ്പൊ അറിഞ്ഞു വരുന്നല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 5 years ബാക്ക് വന്നില്ലേ, അന്നേരം എൻ്റെ ചോദിച്ചില്ലേ ആ ടൈമിൽ. അപ്പം നമ്മൾ പറയാം കുറേ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ. ഒരു ചെറിയ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാണിക്കട്ടെ, നോക്കിക്കോണേ. അപ്പോൾ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കല്യാണിക്കുട്ടി വന്നു. അന്നേരം ഞാൻ പെർഫോം ചെയ്യാമെന്ന് ചോദിച്ചു, പാട്ട് പാടി തന്നില്ല. അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് പാട്ടല്ല, കുറച്ച് മിമിക്രി പരിപാടികൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നില്ല. ഗായത്രി, ഞാൻ തുടക്കണോ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മോൾ എന്നോട് ആദ്യം ചോദിച്ചല്ലോ ദുൽഖർ സൽമാൻ പറ്റോ? ഞാൻ ഇതിൽ തന്നെ കുറെ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഞാനൊന്ന് ചെയ്യാം നമ്മുടെ ഇന്റർവ്യൂവിലൊക്കെ. ഞാൻ പറയാം, ദുൽഖർ സൽമാൻ, ഞാൻ ദുൽഖർ സൽമാൻ, ബാംഗ്ലൂർ അടിപൊളി. ഞാൻ ആദ്യം ഞാൻ പല പരിപാടികളും, അപ്പൊ അതില് എന്താ ഡ്രാമ ഉണ്ടാക്കുക ഇടയ്ക്ക്, പിന്നെ മിമിക്രി, അങ്ങനെ ചെറിയ ചെറിയ കോമഡി, ചെറിയ ചെറിയ വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്നെ അമ്മയാ പഠിപ്പിച്ചു തരാ. മിമിക്രി ഞാൻ മിമിക്രി തന്നെയാ കാണിക്കാം. എനിക്ക് ഞാൻ പല ആനിമൽസിന്റെ മുൻചേ ചെയ്യായിരുന്നു. ഇപ്പൊ കുറച്ച് സൗണ്ട് ഒക്കെ വന്നപ്പോ ഇതാവുന്നില്ല, ശരിയാവുന്നില്ല എന്നൊക്കെ. പട്ടി ഇതൊക്കെ എന്റെ സിഗ്നേച്ചർ പീസ്. ആ പറയുന്ന സ്റ്റൈലൊക്കെ കണ്ടോ? അപ്പം എന്തായാലും ഇത് കാണിച്ച സ്ഥിതിക്ക് കുറച്ച് കലാപരിപാടി ആയാലോ? ആയിക്കോട്ടെ, റെഡിയല്ലേ? സെറ്റ്. ഓക്കെ. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കല്യാണിക്കുട്ടി നമ്മളുടെ തട്ടത്തിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ഐറ്റങ്ങൾ നമ്മൾക്ക് അറിയണം. ഇന്നലെ ഒരു പ്രൈസ് ചൂടോടുകൂടി കിട്ടിയതേ ഉള്ളൂ, റോട്ടറിയുടെ. ഇന്നലെ റോട്ടറിയുടെ ആയിരുന്നു. ഓക്കെ. അപ്പൊ കല്യാണിക്കുട്ടി, ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ? ഇന്ന് മിനിങ്ങാന്ന് ഡിസ്കവർ ചെയ്ത ഒരു സൗണ്ട് ഉണ്ട്. മിനിങ്ങാന്ന് ഡിസ്കവർ ചെയ്ത് ഇന്നലെ അവതരിപ്പിച്ച ഉടനെ തന്നെ പ്രൈസ് മേടിച്ച് തിരിച്ചു കൈയ്യടി കിട്ടിട്ടോ. ഓക്കെ. വൈക്കം വിജയലക്ഷ്മി ചേച്ചി. ഓക്കെ. കലക്കി. ഒരു ഫോട്ടോളോ.
അടിപൊളി. ഇന്നലെ ഇത്രൂടെ മൈക്കിൽ ചെയ്തപ്പോ അതൊക്കെ പക്ഷെ കിടിലമായിട്ടുണ്ട്. ഇതൊക്കെ എങ്കിലും ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇങ്ങനെ പുതിയുള്ള ഇത് നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി എപ്പോഴെങ്കിലും ഒക്കെ ആ സൗണ്ട് വരുന്നതാണോ, അത് ഒബ്സർവ് ചെയ്ത്? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വെറുതെ നടക്കുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് പാട്ടടിക്കൊണ്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചോണ്ട് നടക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ഓരോ മിമിക്രി ആണെന്ന് അറിയാൻ പറ്റുന്ന, അപ്പൊ ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു വെറുതെ. സാഗർ. അതെ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വീഴാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ചിരി മറ്റേ അത്ഭുത കറക്റ്റ് സംഭവം. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നതാണല്ലേ? ഇത് വെച്ച് ഞാൻ കുറച്ച് പ്രാക്ടീസ് ചെയ്തത് ഈ ചിരി കിട്ടാൻ വേണ്ടിട്ട്. ഞാൻ കോമ്പറ്റീഷന് വേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തതാ. ഡിസ്കവർ ചെയ്തതാ. അടിപൊളി. ഇനി നെക്സ്റ്റ് ആരാണ്? നെക്സ്റ്റ് പിന്നെ പഴയ സംഭവങ്ങളാണ്. ശശി കളിക്കും. പൃഥ്വിരാജിന്റെ എന്താ ചോദിക്കണ്ടേ? അച്ഛാ എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? അച്ഛൻ എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? നിന്നോട് ഞാൻ അയ്യോ അല്ലെ, എസ്പെഷ്യലി ഈ മെയിൽ ക്യാരക്ടേഴ്സിന്റെ ആക്ടേഴ്സിന്റെ വോയിസ് ഫീമെയിൽ ചെയ്യുന്നത് വളരെ കുറവാണല്ലോ. പക്ഷെ അതിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇനി ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ പുതിയ സ്റ്റോക്ക് വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്ത മിമിക്രി കോമ്പറ്റീഷന് പ്രൈസ് കിട്ടിയിട്ട് ഞാൻ ശംഭുവിനെ വിളിക്കാം. അല്ലേ? അതെ. ഓക്കെ. പിന്നെ ഒരു 1-2 കൂടെ കാണിക്കാനാണെങ്കിൽ അത് അന്ന് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും വെറൈറ്റി സൗണ്ട്സോ അല്ലെങ്കിൽ മരം മുറിക്കുന്നു. ഒരു ന്യൂസ് പോലെ വരുന്ന. നമസ്കാരം, ന്യൂസ് ബോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്ക്. ഞെട്ടൽ മരമുറിക്ക് കേസ് അതിശക്തമായി നടക്കുമ്പോൾ മരം മുറിക്കുന്ന അതി എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടക്കാം. എന്റെ പൊന്നോ, അത് കിടിലം. ആ ന്യൂസ് വായിക്കുന്നതും അതെ കറക്റ്റ്. അതപ്പോ നല്ല ഒബ്സർവേഷൻ വേണമല്ലോ ഇതില്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു സാറിനെ വെച്ചിട്ട് ഇവിടെ സൗണ്ട് പഠിപ്പിച്ചതൊന്നുമല്ല. ഇവിടെ ഓരോ ദിവസം ഇതുപോലെ വന്നിട്ട് അമ്മ എനിക്ക് ഈ സൗണ്ടും കൂടെ ചെയ്യാൻ പറ്റുമേ, എനിക്ക് ഈ സൗണ്ടും കൂടെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇതിനൊരു ഫോമാറ്റ് വേണമല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു അല്ലേട്ടെന്നുണ്ട്, അദ്ദേഹം മിമിക്രി കലാകാരനാ. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പഠിപ്പിക്കണ്ട, കാരണം അവളുടെ ഓൾറെഡി കുറച്ച് സ്റ്റാർസും കാര്യങ്ങളും ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റോറി പോലെ ആക്കാം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് പോലെ ചെയ്യാം. അപ്പൊ ഇവളുടെ കയ്യിൽ ഓൾറെഡി ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ തന്നെ ഇതുപോലെ ചെയ്യുന്നതാ. ഓരോ പിന്നെ വൈക്കം വിജയലക്ഷ്മിയുടെ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വന്നിട്ട് അമ്മ എനിക്ക് ഇതും കൂടെ ചെയ്യാൻ പറ്റും, ഈ സൗണ്ടും കൂടെ ചെയ്യട്ടെ, അങ്ങനെ തന്നെ ഡിസ്കവർ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ക്യൂ ചെയ്ത് അല്ലേ ഇപ്പം ഈ വാർത്ത വായിക്കുന്നത് മരം അതൊരു സ്റ്റോറി ലൈനായി. പിന്നെ ഈ മറ്റേ ഫോൺ ട്രെയിനില് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത്, അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോ റേഞ്ച് കിട്ടാതെ ചായ കാപ്പി, പിന്നെ ഫോൺ വരുമ്പോ അവിടുത്തെ അനൗൺസ്മെന്റ്, അപ്പൊ ഇതെല്ലാം ഇങ്ങനെ അങ്ങനെയാണ് കണക്ട് ചെയ്ത ഒരു. അതുകൂടെ ഒന്ന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. എറണാകുളം. ശരി. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 1004 ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ചെന്നൈ എക്സ്പ്രസ് ഇപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ട്രെയിനിൽ പോയ ഒരിക്കലും റേഞ്ച് കിട്ടൂല. ഇനിയിപ്പോ വിളിച്ചു നോക്കിയാ താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. The number you're calling is currently not reachable. Please try later. പൊന്നോ കിടിലോ. Thank you. അപ്പൊ പിന്നെ നോ ഡൗട്ട് എന്താണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നുള്ളതിന്റെ ഓരോ ക്രിയേറ്റിവിറ്റി ആണല്ലേ.
ഇതിന് ഹെൽപ്പിംഗ് ഉണ്ടോ, ലൈക്ക് എന്തെങ്കിലും ഇതിപ്പം ഇതുപോലെ സ്ക്രിപ്റ്റ് ആക്കാൻ ഞാൻ കൂടെ ഇരിക്കും. ഇങ്ങനെ പറയാം, നമുക്ക് അതിന്റെ ഇൻട്രോ ഇങ്ങനെ പറയാം. പക്ഷെ ബാക്കി സൗണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്നതും അത് പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നതൊക്കെ കല്ലു തന്നെയാണ്. ശരി. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാരന്റിങ് സ്റ്റൈലും മാറിയല്ലോ. ഇപ്പോഴത്തെ ഒരു പാരന്റിങ് സ്റ്റൈലും ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ഇപ്പം പണ്ടത്തെ ഒരു രീതിയല്ല. അപ്പൊ ആ പാരന്റിങ് സ്റ്റൈലിനെ പറ്റി ആക്ച്വലി എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു പാരന്റിങ് രീതികൾ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് പാരന്റിങ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും കാണാനോ തോന്നാറില്ല. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഞാൻ പറയുന്ന ഓരോ കുട്ടിയും ഡിഫറെൻറ്റാണ്. ഞാൻ എൻ്റെ മോൾ എങ്ങനെയാണോ വേറൊരു കുട്ടിയുടെ പാരന്റ് അല്ലെ വേറൊരു ആളുടെ അനുഭവം വെച്ചിട്ട് എനിക്ക് ഇവളോട് ബിഹേവ് ചെയ്യാനോ ആ പാരന്റിങ് അഡോപ്റ്റ് ചെയ്യാനോ പറ്റില്ല. ഞാൻ എൻ്റെ മോൾ എങ്ങനെയാണോ ആ രീതിയിലാണ് ഞാൻ എൻ്റെ പാരന്റിങ് സ്റ്റൈൽ മാറ്റേണ്ടത് അല്ലേ. അപ്പം ഇപ്പം ഇവൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇവൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമൺലി നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം സ്പേസാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു റാപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ച് ഇവളൊരിക്കലും എല്ലാ ഫ്രണ്ട്സിനോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് വന്ന് ഷെയർ ചെയ്യണം എന്നുള്ള വാശി പിടിക്കാനൊന്നും പറ്റില്ല. മേ ബി അവൾക്ക് അവളുടേതായ, പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആദ്യം അമ്മയും അച്ഛനും അവരോട് പറയണം എന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം നമ്മുടേത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൾക്ക് ലൈഫിൽ ഒരു ഇഷ്യൂ വന്നാൽ ആദ്യം വിളിക്കേണ്ടത് അച്ഛനെയോ അമ്മയോ ആയിരിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു അവിടെ ഒരു പേടിയോ അല്ലെങ്കിൽ അവിടെ ഒരു മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതാണ് എനിക്ക് കോമൺലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം പല രീതിയിലായിരിക്കും. ഇപ്പം ചില ഏജിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അമ്മമാർ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര സ്ട്രിക്ട്നെസ്, കുറച്ച് ഫ്രീഡം കൊടുക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ അമ്മ ആക്ച്വലി എങ്ങനെയാണ്, ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, വളരെ ചില ആവശ്യങ്ങൾ എങ്ങനെയാണ്? ഒരു മീഡിയം ലെവലാണ്. എനിക്ക് എക്സാം ടൈമൊക്കെ വരുമ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആവും. അല്ലെ ഇപ്പൊ വെക്കേഷനൊക്കെ ഭയങ്കര, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാണെങ്കിൽ ഭയങ്കര കൂള്. എനിക്ക് തോന്നുന്നു 10th ആയപ്പോ അമ്മ കുറച്ചുകൂടെ എന്നെ പിടിച്ചു. പക്ഷെ അത് കഴിഞ്ഞ 10th എക്സാം കഴിഞ്ഞ ആടെ അമ്മ പിന്നെയും ഭയങ്കര കൂൾ ചില്ല്, അവിടെ ഇറങ്ങി ഇവിടെ കറങ്ങി അങ്ങനെ. പിടിക്കേണ്ട അടുത്ത് പിടിക്കും. എന്താ പറയാ, അവൾക്ക് അവളുടെ ഇത് ഫ്രീഡത്തില് അല്ലെങ്കിൽ അവളുടെ സ്പേസ് കൊടുക്കേണ്ട അടുത്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മുടെ കംപ്ലീറ്റ്ലി ഒരു പിടിവിടേണ്ട ഒരു ഇതായിട്ടില്ല. ഇപ്പം നമ്മളെയൊക്കെ വളർത്തിയ ഒരു രീതി അല്ലല്ലോ ഇപ്പം പാരന്റിങ്. ഇപ്പം ജെൻസി കിഡ്സിനെ ചിലപ്പോൾ ബോധപൂർവം വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇപ്പം എനിക്ക് പറയുകയാണെങ്കിൽ ലക്കിലി എൻ്റെ പേരൻസ് ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ കരഞ്ഞ് കാല് പിടിച്ച്, ആ സമയത്ത് എനിക്കൊരു ഫോൺ കോള് മതി. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും അച്ഛൻ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ്, അമ്മേ ഞാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ ശംഭുവിനോട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചില്ല, എൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ഓഡീഷന് പോയത്. എനിക്ക് തോന്നുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പാരൻറ്റും അതിന്, കാരണം +2 കഴിഞ്ഞ് നേരെ എൻട്രൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിന് മക്കളെ ചേർക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പോകുന്ന പാരൻസ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ ഓപ്ഷൻസും. അപ്പൊ ആ കാലഘട്ടത്തിൽ ആണ് ഞാനും എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത്, പക്ഷെ എൻട്രൻസ് എക്സാമിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഓഡീഷന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് അലൗ ചെയ്ത പാരൻസ് ആണ്. അപ്പോൾ അവരന്നേ കുറച്ചുകൂടെ അങ്ങനെ ചിന്തിച്ചിരുന്നവരാണ്. അപ്പൊ ഞാൻ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഞാൻ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. എൻ്റെ അമ്മയാണെങ്കിലും ഇന്നും എനിക്ക് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അപ്പൊ ടെറർ ആയിരുന്നു ആവേണ്ട സമയത്ത്. ഞാനും എൻ്റെ അനിയനും കൂടെ പറയും, ഇന്നിപ്പോ ഇവളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവളെ വഴക്ക് പറയും, അതെല്ലാ ഗ്രാൻഡ് പാരന്റ് മോഡിലേക്ക് വരുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എൻ്റെ അമ്മയ്ക്കും ഉണ്ട്. അമ്മ നിന്ന് അമ്മുമ്മയായി മാറുമ്പോൾ ഉണ്ടാവുന്ന ചില ചേഞ്ചസ് ഉണ്ടല്ലോ, കുറച്ചുകൂടെ. പിന്നെ അയ്യോ കൊച്ചും അവരെ വഴക്ക് പറയുന്ന എന്തിനാന്നൊക്കെ ചോദിക്കും. ഞാനും എൻ്റെ അനിയനും കൂടി ഇങ്ങനെ നോക്കും, എത്ര ദിവസം വീടിന്റെ വെളിയിൽ നിർത്തി കാലിന്റെ ഇവിടുന്ന് ഇത്രയും പാടുണ്ടാവും എക്സാം കഴിയുമ്പോഴത്തേക്ക്. നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട്. അത് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികളെ നമ്മൾ അങ്ങനെ അടിക്കുകയോ അതൊന്നും നമ്മൾ വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ. അപ്പോ ആ ടെറർ അമ്മയായിരുന്നെങ്കിൽ പോലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഞാൻ പറയാം, ഒരു ആഴ്ച ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് വന്നാൽ ആ ഒരാഴ്ചത്തെ വിശേഷം എനിക്ക് അമ്മയോട് പറയണം. അപ്പൊ അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു. എന്റെ പ്രേമം പോലും ഞാൻ ആദ്യം പറയുന്നത് അമ്മയോടാണ്.
അപ്പൊ അതിന് നമ്മളെ വേണ്ടാന്നുള്ളതും വേണം എന്നുള്ളതും നമ്മളെ അവിടെ പറഞ്ഞിട്ട് വേണ്ട റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവളുടെ അടുത്തും. അപ്പൊ അങ്ങനെ അതൊന്ന് റിവീൽ ചെയ്തപ്പോ അമ്മ ആദ്യം എന്താ പറഞ്ഞേ? അല്ല, അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം കോഴ്സ് പാരന്റ്സ് എന്താ പറയാ, ഇപ്പൊ നീ പോയി പ്രേമിച്ചോന്ന് ഒരിക്കലും പറയില്ല. മേ ബി ഇപ്പോഴത്തെ ജനറേഷനിൽ നമുക്ക് എനിക്കൊന്ന് ചെറിയ ഡിഫറൻസ് അതിനെയൊക്കെ വളരെ ഓപ്പൺലി നമ്മൾ ഡിസ്കസ് ചെയ്യും വീട്ടില്. കുറച്ചുകൂടെ നമ്മുടെ ഗ്യാപ്പില്ലാതെ നമ്മുടെ ഈവൻ നമ്മുടെ ഡൈനിങ് ടേബിളിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് അതൊക്കെ. നോർമൽ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന. അതെ അതെ, അതിപ്പം എല്ലാവരുടെയും വീടുകളിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അങ്ങനെയാണ്. ആ ഒരു സ്പേസ് കുറച്ചുകൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അത്രയും നമ്മള് എല്ലാവരുടെ അടുത്തും അപ്പൂപ്പനുണ്ട്, അമ്മമ്മയുണ്ട്, അപ്പൊ എല്ലാവരുടെ അടുത്തും വളരെ കോമൺ ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമൊന്നും അല്ല. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ സ്വാഭാവികമായിട്ടും പറഞ്ഞു, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും വേണ്ട എന്നാണ് അമ്മയും പറഞ്ഞത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈം അല്ലെ ആ ടൈമിൽ തന്നെ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നല്ലോ. അങ്ങനെ ഒരു പ്രിവിലേജ് ഇപ്പോൾ പിള്ളേർക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ആ ടൈമിലൊന്നും അങ്ങനെ കുറവായിരുന്നു. അപ്പൊ അതൊരു എക്സ്ട്രാ സന്തോഷം കൂടാണ്. അത് ഞാൻ വളരെ പ്രൗഡായിട്ട് കല്ലുവിനോട് പറയുന്ന ഒരു കാര്യമാണ്. നീ ഏൺ ചെയ്ത് തുടങ്ങിക്കോ. അതെ, അല്ല അത് ഭയങ്കര എന്ന് വെച്ചാ പ്രത്യേകിച്ചും അന്നത്തെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ അച്ഛനെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അച്ഛനും കുറച്ച് എൻ്റെ കോളേജൊക്കെ വന്ന സമയത്ത് കുറച്ച് ഫിനാൻഷ്യലി വളരെ ഒരു ലോയിലേക്ക് പോയ ഒരു ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ആ സമയത്താണ് എനിക്ക് ഇതുപോലെ എക്സ്ട്രാ ഏർണിങ്സ് വന്നത്. ഞാൻ പ്രോഗ്രാംസ് ചെയ്യായിരുന്നു, സ്റ്റേജ് ഷോസ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ടാണ് ആക്ച്വലി ഞാൻ കോളേജ് ഫീസൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുമ്പോൾ അച്ഛന് കൊടുക്കും. ഈവൻ ഫസ്റ്റ് സാലറി അച്ഛന് കൊടുക്കും. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം, ഭയങ്കര പ്രൗഡ് ഫീലാണ്. അപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ മറ്റേ ചെലവ് ചെയ്യുന്ന ആളായിരുന്നായിരിക്കും? ഇല്ല, കുറച്ച് കുറവായിരുന്നു. അല്ല അങ്ങനെ ഇന്നത്തെ ഏർണിങ്സോ അന്നത്തെ ഏർണിങ്സോ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അന്ന് കിട്ടുന്നത് നമ്മളൊരു എപ്പിസോഡ് ചെയ്താൽ കിട്ടുന്ന വളരെ തുച്ഛമായ എമൗണ്ട് ഒക്കെ ആയിരുന്നു. പക്ഷെ അന്ന് അത് വലിയ എമൗണ്ട് ആയിരുന്നു അന്നത്തെ ഇതില്. എന്ന് വെച്ചാൽ നമ്മള് ആസ് എ ടീനേജർ എനിക്ക് കിട്ടുന്ന ഒരു വലിയ എമൗണ്ട് ആയിരുന്നു അത്. അതെ അതെ, അതുണ്ടായിരുന്നു. നമ്മള് പുറത്ത് ഞങ്ങള് ക്യാൻറ്റീനിലൊക്കെ പോയി ഫുഡ് കഴിക്കലും, അതാ ഞാൻ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാനും ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അച്ഛനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മോളുടെ ഒരു വ്യൂ പോയിന്റ് ഇതില്, അതായത് ഇപ്പം നമ്മള് പഠിക്കുമ്പോ തന്നെ ഏൺ ചെയ്യുന്നത് അതൊരു അത് വളരെ നല്ല കാര്യമായിട്ട്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടെങ്കിൽ ഓൾറെഡി ഉണ്ട്, ഒരു കാഴ്ചപ്പാട് എന്താണ് അതിൻ്റെ ഒരു? ഞാനിപ്പോൾ പറഞ്ഞാൽ ഞാൻ പ്രോപ്പർ ഒരു ഏർണിംഗ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ ക്യാഷ് അവാർഡ്സ് ഒക്കെ കിട്ടുമ്പോൾ, അതായത് മിമിക്രിക്ക് ക്യാഷ് അവാർഡ്സ്, അല്ലെങ്കിൽ ഞാൻ ഈവെന്റ്സിലൊക്കെ ഇങ്ങനെ ആങ്കറിങ് പോയത് നമ്മുടെ ഫ്രണ്ട്, അപ്പൊ കിട്ടിയ ഇത് അപ്പൊ ഭയങ്കര ഓക്കെ, എന്റെ ടാലന്റ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ക്യാഷ് വന്നു എന്റെ കയ്യില്. അപ്പൊ ഭയങ്കര പ്രൗഡാ, ഞാൻ സേവ് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തന്നെ. ഒരു ടോക്കൺ ഓഫ് ലവ് ആ പ്രോഗ്രാം കഴിയുമ്പോൾ അവർ തരുമ്പോൾ ലവ് എന്ന് പറയുമ്പോൾ അല്ലേ, ഒരു കൈൻഡ് ഓഫ് അത്. അപ്പൊ ആ ടൈമില് അതിപ്പോ എല്ലാം ഫുൾ സേവ് ചെയ്ത് വെക്കണം എന്നൊക്കെ അമ്മ പറഞ്ഞു തരുമോ? അതോ എനിക്കും കിട്ടുമ്പോ ഇങ്ങനെ ചെലവാക്കണം, വേണ്ട ശരി ഒരു 500 രൂപ ബാക്കി കിടത്ത് പോസ്റ്റ് ഓഫീസിലിട്ടേക്ക്. അതെന്താ വെച്ചാല് എന്റെ അച്ഛൻ തുടങ്ങി കൊടുത്ത ഒരു ശീലമല്ല, അച്ഛൻ ഇങ്ങനെ ഇവളുടെ പേരിൽ തുടങ്ങിയ ഒരു ഇതുണ്ട് പോസ്റ്റ് ഓഫീസില്. അപ്പൊ കുഞ്ഞിലേ അതായത് അപ്പൂപ്പൻ എന്നെ ഇങ്ങനെ എടി എന്നൊന്നും വിളിക്കൂല, കുഞ്ഞ് തമ്പുരു, ഇങ്ങനെ തുമ്പുരു ഇട്ടിക്കുരു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അല്ല, അച്ഛൻ എല്ലാ അച്ഛന് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈവൻ ഷോപ്പിൽ വരുന്ന ചില കുഞ്ഞുങ്ങളെയൊക്കെ പേരൻസിന്റെ പെർമിഷനോട് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെയൊക്കെ, അതായത് അച്ഛനോട് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അടുക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ ഇവളുണ്ടായപ്പം പറയണ്ടല്ലോ, ഭയങ്കര ഇഷ്ടം. ഇവളെ കുറെ പെറ്റ് നെയിംസ് വിളിക്കും. ഈവൻ എന്നെയും കുഞ്ഞിലെ എന്നെ ഇങ്കാഷു എന്നൊക്കെ വിളിക്കായിരുന്നു. അച്ഛന് വായിൽ എന്താണോ പേര് വരുന്നത് അത് വിളിക്കും. പിന്നെ അതൊരു പേരാക്കും. ഇവളെ കുഞ്ഞാമ്പി എന്താണ്, കുഞ്ഞാമ്പിറിച്ചി, നമ്മോട്ടൊന്നും വായിൽ കൊള്ളാത്ത പേരുകളൊക്കെ വിളിക്കുക. അപ്പം അവനെ എടി എന്നൊന്നും വിളിക്കൂല. അപ്പൊ ഇങ്ങനെ ഞാനും അപ്പൂപ്പനും തമ്മിലുള്ള കരാറാണ്. അങ്ങനെയാണ് തുടങ്ങി. വിളിച്ച 10 രൂപ,
എടീന്ന് വിളിച്ചാ 20 രൂപ, ഇങ്ങനെ നീന്ന് വിളിച്ചാ 5 രൂപ. അത് അങ്ങനെ ലെവലൊക്കെ ഫൈനാണ് അച്ഛന്. അപ്പൊ അപ്പൂപ്പൻ ഇങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഡി ഒയ്യോ 10 രൂപ ശരി എന്നാ കൊടുക്ക. എന്നിട്ട് അങ്ങനെ ദിവസം എനിക്ക് തരുമായിരുന്നു. എന്നിട്ട് എനിക്കൊരു കുടുക്ക, അത് ഇപ്പോഴും ഉണ്ട് എന്റെ കയ്യിൽ. അപ്പൂപ്പൻ ഇങ്ങനെ മേടിച്ചോണ്ട് സ്റ്റീലിന്റെ കുടുക്ക, അത് അതിനകത്ത് ഇങ്ങനെ ഇട്ടിച്ച് നിറയുമ്പോ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടും. അങ്ങനെ അങ്ങനെ തുടങ്ങി. 18 years ആവുമ്പോഴേ അത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എന്തോ ഒരു ഇതിൽ അച്ഛൻ തുടങ്ങിയതാ. അച്ഛൻ പോയി കഴിഞ്ഞാൽ അച്ഛൻ എപ്പോഴും പറയുന്നത് അത് നിങ്ങള് അതിന് ഇത്ര രൂപയാകുമ്പോൾ അത് ഞാൻ നിന്നെ ഏൽപ്പിക്കും, ബാക്കി നീ അടച്ചോണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് അത്രയും രൂപയായിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇനി ബാക്കി നിങ്ങൾ അടച്ചത് അവൾക്ക് വേണ്ടിയിട്ട് അവളുടെ സ്റ്റഡീസിനോ ഹയർ സ്റ്റഡീസിനോ ഒക്കെ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പോഴും ഇവൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ പോക്കറ്റ് മണി അല്ലെങ്കിൽ വിഷുക്കായി നീട്ടം അങ്ങനെയൊക്കെ കൊണ്ട് ഇടയ്ക്ക് ഇതുപോലെ ടോക്കൺസ് ഒക്കെ അതിൽ കൊണ്ട് ഫില്ല് ചെയ്ത്, അത് നല്ല കാര്യമാണ്. കാരണം ഇൻ ഫ്യൂച്ചർ പിന്നെ ആയിക്കോളൂല്ലോ, നമുക്ക് കഷ്ടപ്പെടുന്നുണ്ടോ. ഞാൻ നേരെ പോയി അമ്മയുടെ അമ്മ, ഞാൻ അമ്പിറ്റാന്ന് വിളിക്കുന്നത്, അമ്പിറ്റ. അത് ഞാനിട്ട പേര്, ഞങ്ങൾ എല്ലാരും പേര് വെറൈറ്റി പേരുകളാണ്. അമ്പിറ്റയുടെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഇവരുടെ കിട്ടുന്ന പോക്കറ്റ് മണിക്ക് ഞാൻ എന്റെ കാര്യങ്ങൾ സാധിക്കും.